എൻ്റെ ക്രെഡിറ്റ് കാർഡുകളുടെ കൂട്ടത്തിലേക്ക് ഒരു പുതിയ കാർഡ് കൂടി വന്നിരിക്കുകയാണ്. ആമസോണിൻ്റെ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. ഇത് കൂടാതെയുള്ള കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഒരു ആക്സിസ് ബാങ്കിൻ്റെ AS കാർഡ് ഉണ്ട്. പിന്നെ HDFC ബാങ്കിൻ്റെ ഒരു ബിസിനസ് റിഗാലിയ വേരിയൻ്റ് ഉണ്ട്. ഇതുകൂടാതെ HDFC ബാങ്കിൻ്റെ തന്നെ ടാറ്റ ഇൻഫിനിറ്റി വേരിയൻ്റ് എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് കാർഡ് കൂടിയുണ്ട്. അങ്ങനെ മൊത്തം 3 കാർഡുകളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ 4മതൊരു കാർഡ് കൂടി വന്നിരിക്കുന്നത്. ഈ ഒരു ആമസോൺ പേ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് എനിക്ക് യാതൊരുവിധ പ്ലാനും ഇല്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ഒരു ആമസോൺ പേ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ ജൂൺ മാസത്തിൽ വരുന്ന ഒരു ചേഞ്ചിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറേ അധികം കമൻറ്റുകൾ വന്ന കമൻറ്റൊക്കെ പോസിറ്റീവ് കമൻറ്റുകളായിരുന്നു. ഇപ്പോൾ നിലവിലുള്ളതിൽ അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ് ആമസോൺ പേ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. ഉപയോഗിച്ചവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ് എന്ന രീതിയിലുള്ള നല്ല പോസിറ്റീവ് കമൻസ് ആണ് വന്നത്. സോ എന്തായാലും ഈ ഒരു കാർഡ് എടുത്ത് ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതി. പക്ഷേ കിട്ടുമെന്ന് യാതൊരുവിധ ഉറപ്പും ഇല്ലായിരുന്നു. കാരണം ഇതിന് മുമ്പ് 2 തവണ ഞാൻ ഈ ഒരു ആമസോൺ പേ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തതാണ്. ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് ഈ ഒരു കാർഡായിരിക്കും. പക്ഷേ 2 തവണയും റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ കിട്ടുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തു പിറ്റേ ദിവസം തന്നെ കാർഡ് അപ്രൂവ് ആയി. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഫിസിക്കൽ കാർഡ് ഡെലിവറി ചെയ്തു. അപ്രൂവ്ഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 3,30,000 രൂപയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള കാർഡുകളിൽ ഏറ്റവും കുറഞ്ഞ ലിമിറ്റ് ഈ ഒരു ആമസോൺ പേ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ്. പക്ഷേ അത്യാവശ്യം നല്ലൊരു ലിമിറ്റ് തന്നെ അപ്രൂവ് ആയി കിട്ടി. പ്രത്യേകിച്ച് വലിയൊരു പ്രീമിയം പാക്കേജിങ് അങ്ങനെയൊന്നുമല്ല, ഒരു സിമ്പിൾ പാക്കേജിങ്ങിലാണ്. ജസ്റ്റ് ഒരു പോസ്റ്റൽ കവർ പോലത്തെ ഒരു കവർ, അതിനുള്ളിൽ ജസ്റ്റ് ഒരു പേപ്പർ ഡോക്യുമെൻറ്റ്, പിന്നെ കാർഡ്, അത്ര മാത്രമാണുള്ളത്. അല്ലാതെ അതിൻ്റെ കൂട്ടത്തിൽ കുറേ പേപ്പർ ഡോക്യുമെൻറ്റ്സും വലിയ പ്രീമിയം പാക്കേജിങ് അങ്ങനെ ഒന്നിലുമല്ല ഈ ഒരു കാർഡ് പറയുന്നത്. ജസ്റ്റ് ഈ ഒരു കാർഡ് ഓപ്പൺ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ നമ്മളുടെ ഈ ഒരു കാർഡിൻ്റെ കീ ഫീച്ചേഴ്സൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പേപ്പർ ഡോക്യുമെൻ്റ് തന്നെയാണ്. ബാക്ക് സൈഡിലായിട്ട് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് കാർഡ് എന്ന് പറയുന്നത്. ലിമിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് 3,30,000 രൂപയാണ് ലിമിറ്റ്. പിന്നെ ഇതാണ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് നമ്മളുടെ കാർഡ് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മെറ്റലൊന്നുമല്ല, പ്ലാസ്റ്റിക് തന്നെയാണ്. കളർ തീം വരുന്നത് ബ്ലാക്ക് ആണ്. ആമസോൺ പേ എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാങ്ക്, കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിൻ്റെ ലോഗോ ICICI ബാങ്ക്. പിന്നെ അത് ടാപ്പ് ആൻഡ് പേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മളുടെ പേര് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. പേരിലൂടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഡ് നമ്പറും ഫ്രണ്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും ഫ്രണ്ടിൽ തന്നെയാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് വിസ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. സോ വിസ എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നോർമൽ വിസ കാർഡാണ്, അല്ലാതെ ഹയർ വേരിയൻ്റ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ CVV വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ വഴി നമ്മൾ ഷോപ്പിംഗ് ചെയ്യുവാൻ നേരത്ത് പ്രൈം മെമ്പർ ആണെങ്കിൽ നമുക്ക് 5% ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ 3% ബെനിഫിറ്റും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നു. പിന്നെ ആമസോൺ വഴി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും പ്രൈം മെമ്പർ ആണെങ്കിൽ 5% ബെനിഫിറ്റും നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ 3% ബെനിഫിറ്റും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ആമസോണിൻ്റെ 100-ലധികം വരുന്ന പാർട്ണർ മർച്ചൻസിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2% ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. പേയ്മെന്റ് ചെയ്യേണ്ടത് ആമസോൺ പേ എന്ന് പറഞ്ഞ പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ചായിരിക്കണം നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് 2% ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. പിന്നെ മറ്റെല്ലാ ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 1% ബെനിഫിറ്റും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. എക്സ്ക്ലൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആമസോൺ ഷോപ്പിംഗ് ആണെങ്കിൽ നമുക്ക് ഗോൾഡ് പർച്ചേസ്, അതുപോലെ തന്നെ ആമസോൺ ബിസിനസ് വഴിയുള്ള ട്രാൻസാക്ഷനുകൾക്കൊന്നും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ആമസോൺ വഴിയുള്ള ബിൽ പേയ്മെന്റ് അതുപോലെ തന്നെ റീചാർജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 5% ബെനിഫിറ്റ് അല്ല കിട്ടുന്നത്, പകരം 2% ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഫ്യൂവൽ പേയ്മെന്റ് അതുപോലെ തന്നെ EMI ട്രാൻസാക്ഷൻ, പിന്നെ ഗോൾഡ് പർച്ചേസ് അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് യാതൊരുവിധ ബെനിഫിറ്റും കിട്ടുകയില്ല. ഈ ഒരു ആമസോൺ പേ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 രൂപയാണ്. ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് ഇക്വലന്റ് ആണ്. ഈ ഒരു റിവാർഡ് പോയിന്റ് നമുക്ക് ആമസോൺ പേ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും ആസ് എ ക്യാഷ് ബാക്ക് എന്ന രീതിയിൽ. നമുക്ക് പിന്നീട് ആമസോൺ പേ അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും നമുക്കത് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആമസോണിൽ പേയ്മെന്റ് ചെയ്യാം. അതേപോലെ തന്നെ ആമസോൺ പേ അക്സെപ്റ്റ് ചെയ്യുന്ന മറ്റു പാർട്ണർ മർച്ചൻസിൽ നമുക്ക് ഈ ഒരു ആമസോൺ പേ വാലറ്റിലെ ബാലൻസ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് റിഡംഷൻ ചാർജോ അതുപോലെ തന്നെ കിട്ടുന്ന ക്യാഷ് ബാക്കിൻ്റെ എക്സ്പയറി ഡേറ്റോ അങ്ങനെയൊന്നും വരുന്നില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് റിഡംഷൻ ചാർജ് ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ്. പ്രത്യേകിച്ച് ജോയിനിങ് ഫീസില്ല, ആനുവൽ ഫീസില്ല. വിസ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു കാർഡ് വരുന്നത്. നിലവിൽ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്ത് കാർഡ് കിട്ടിയപ്പോൾ ഒരു 2,500 രൂപയുടെ വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട്. 9 ബെനിഫിറ്റുകളാണ് വരുന്നത്. അതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെന്റ് ചെയ്യുവാൻ നേരത്ത് ഒരു 25% ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ അപ് ടു മാക്സിമം
മുന്നൂറ്റമ്പത് രൂപ വരെ. പിന്നെ ആമസോണിൽ ഷോപ്പിംഗ് ചെയ്യുവാൻ നേരത്ത് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്, അപ് ടു 300 രൂപ വരെ മാക്സിമം. പിന്നെയും നമുക്ക് ആമസോൺ പേ വഴി നമ്മൾ പോസ്റ്റ് പെയ്ഡ് ബില്ല് അടക്കുമ്പോൾ 25% ക്യാഷ് ബാക്ക് അപ് ടു മാക്സിമം 450 രൂപ. പിന്നെ ലാൻഡ് ലൈൻ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 25% ബെനിഫിറ്റ് അപ് ടു മാക്സിമം 500 രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടാം. പിന്നെ DTH റീചാർജ് ചെയ്യുമ്പോൾ 25% ഓഫർ അപ് ടു മാക്സിമം 250 രൂപ. പിന്നെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ ആമസോൺ പേ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10% വാല്യൂ ബാക്ക് അപ് ടു മാക്സിമം 250 രൂപ. പിന്നെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഒരു 250 രൂപയുടെ ക്യാഷ് ബാക്ക് 10%. പിന്നെ മൊബൈൽ പ്രീപെയ്ഡ് റീചാർജ് ചെയ്യുമ്പോൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ടിൻ്റെ 50% അപ് ടു മാക്സിമം 50 രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടാം. പിന്നെ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു 100 രൂപയുടെ ഒരു ക്യാഷ് ബാക്ക് അപ് ടു മാക്സിമം 100 രൂപ വരെ നമ്മളുടെ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 20%. അതിൻ്റെ ഒരു മിനിമം ഓർഡർ എമൗണ്ട് എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പോൾ ഇങ്ങനെ കുറെ വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട്. സോ ഈ രീതിയിൽ ഇപ്പോൾ നിലവിൽ ഈ ഒരു കാർഡ് എടുത്തപ്പോൾ 2500 രൂപയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള കുറച്ച് വെൽക്കം ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയില്ല, കാരണം ഇതിനൊരു ഡേറ്റ് വരുന്നുണ്ട്. ഈ ജൂൺ 16 മുൻപ് ഈ ബെനിഫിറ്റ് ഒക്കെ തന്നെ ഉപയോഗിക്കണം. പക്ഷെ അത് എനിക്ക് പോസിബിൾ ആകുമോ എന്നറിയില്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു കാർഡ് എടുത്തു? കാർഡ് എടുക്കാനുള്ള റീസൺ നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ഞാൻ കൂടുതലായിട്ടും ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്ന ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആമസോൺ ആണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ നോക്കിക്കഴിഞ്ഞാൽ 90% മുകളിൽ ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് ആമസോൺ തന്നെയാണ്. സോ ഈ ഒരു കാർഡ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് മാക്സിമം ബെനിഫിറ്റ് നേടാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡ് ആയിരുന്നു. ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡിൽ 2% വാല്യൂ ബാക്ക് കിട്ടിയിരുന്നു. അത് കൂടാതെ അവരുടെ ഗ്രാബ് ഡീൽസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അത് വഴി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ കുറച്ച് ക്യാഷ് ബാക്ക് കൂടി നേടുവാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ആമസോൺ പേ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആമസോൺ വഴി ഷോപ്പ് ചെയ്യുമ്പോൾ മാക്സിമം ബെനിഫിറ്റ് നല്ല രീതിയിൽ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് നേടാൻ സാധിക്കുമെന്ന് കരുതുന്നു. അത് ഒന്നാമത്തെ ഒരു റീസണാണ്. മറ്റൊരു റീസൺ ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. പ്രത്യേകിച്ച് ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും ഇല്ല. എടുത്തു വെച്ചാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ആമസോൺ വഴി നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റും ബുക്ക് ചെയ്യുമ്പോൾ 5% ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതും അൺലിമിറ്റഡ് ആണ്, നമുക്ക് പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ സാധാരണ ഒരു ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഇത്ര നാൾക്കുള്ളിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിഡംഷൻ ചാർജ് വരുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആമസോൺ പേ വാലറ്റിലേക്ക് ആഡായിട്ട് വരും. പിന്നെ അതിന് പ്രത്യേകിച്ച് എക്സ്പയറി ഡേറ്റ് ഒന്നും വരുന്നില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ച് റിഡംഷൻ ചാർജും വരുന്നില്ല. സോ അത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ആമസോൺ പ്രൈം മെമ്പറാണ്. സോ എനിക്ക് മാക്സിമം ബെനിഫിറ്റ് ആയ 5% ബെനിഫിറ്റ് നേടാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു കാർഡ് എടുത്തൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതിയത്. ഇനിയിപ്പോൾ എൻ്റെ നിലവിലെ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് രീതി നോക്കിക്കഴിഞ്ഞാൽ, ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് ആണെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ് റിഗാലിയ കാർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ബിസിനസ് കാറ്റഗറി ക്രെഡിറ്റ് കാർഡാണ്. സോ ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് അതിന് ആ ഒരു കാർഡ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എല്ലാ മാസവും ചെയ്യുന്ന യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ, അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് ടാറ്റാന്യൂ ഇൻഫിനിറ്റി കാർഡാണ്. കാരണം ടാറ്റാന്യൂ ആപ്പ് വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5% ബെനിഫിറ്റ് ആ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. എൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡിലും കിട്ടും. പക്ഷേ iOS ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. iOSൽ എനിക്ക് എസ് കാർഡ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റാന്യൂ ആപ്പാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതാകുമ്പം എനിക്ക് ടാറ്റാന്യൂ കാർഡ് ആഡ് ചെയ്ത് എനിക്ക് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ സെയിം 5% ബെനിഫിറ്റ് നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതാണ് ഞാൻ ഇപ്പോൾ നിലവിൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ മറ്റു നോർമൽ ആയിട്ടുള്ള ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ അതിനൊരു ഡിവാല്യൂവേഷൻ സംഭവിച്ചിട്ടുണ്ട്. നോർമലി ട്രാൻസാക്ഷന് 2% വാല്യൂ ബാക്ക് ആ ഒരു ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡിൽ കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ അത് 1.5% വെട്ടി ചുരുക്കിയിട്ടുണ്ട്. ആ ഒരു വാല്യൂ ബാക്ക് എന്ന് പറയുന്നത് ടാറ്റാന്യൂ ഇൻഫിനിറ്റി കാർഡിൻ്റെതുമായിട്ട് സെയിം ആണ്. ആ ഒരു കാർഡിന് മിനിമം വാല്യൂ ബാക്ക് എന്ന് പറയുന്നത് 1.5% തന്നെയാണ്. സോ ഇപ്പോൾ നിലവിൽ നോർമൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഞാൻ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ടാറ്റാന്യൂ ഇൻഫിനിറ്റി കാർഡ് തന്നെയാണ്. നിലവിൽ എന്തായാലും ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡ് കൊണ്ടുള്ള ഉപയോഗം നല്ല രീതിയിൽ കുറഞ്ഞു. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു കാർഡാണെങ്കിൽ ലൈഫ് ടൈം ഫ്രീ അല്ല. എൻ്റെ കയ്യിലുള്ള ബാക്കി എല്ലാ കാർഡും ലൈഫ് ടൈം ഫ്രീ ആണ്. പക്ഷേ ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡ് ചാർജ് കൊടുക്കണം. എന്നാൽ ആനുവലി 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരു സാഹചര്യം വെച്ച് എനിക്ക് അത്രത്തോളം ആനുവലി സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ 3 മറ്റു കാർഡുകൾ ഉള്ളതിനാൽ അതിലേക്ക് സ്പ്ലിറ്റ് ആയി പോകും സ്പെൻഡിങ് എന്ന് പറയുന്നത്. സോ ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡിൽ 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, എന്തായാലും ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡിൽ വലിയ ഡിവാല്യൂവേഷൻ ഫ്യൂച്ചറിൽ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ അത് ഇൻവിറ്റേഷൻ ഒള്ളിയായിരുന്നു, എല്ലാവർക്കും കിട്ടിയിരുന്നില്ല. ഗൂഗിൾ പേ വഴിയൊക്കെ
എലിജിബിൾ ആയിട്ടുള്ള ഇൻവിറ്റേഷൻ കിട്ടി മാത്രമാണ് എസ് കാർഡ് കിട്ടിയിരുന്നത്. ഇപ്പോൾ നിലവിൽ അങ്ങനെയല്ല, എല്ലാവർക്കും എസ് കാർഡ് കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ അത് എല്ലാവരും എടുത്ത് എല്ലാവരും അത് ഉപയോഗിക്കാൻ തുടങ്ങും. കുറേ ആളുകൾ അത് മിസ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. മറ്റുള്ളവരുടെ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഈ പറഞ്ഞ 1.5% ക്യാഷ് ബാക്ക് നേടും. കാരണം 1.5% ക്യാഷ് ബാക്കിന് പ്രത്യേകിച്ച് ക്യാപ്പ് വരുന്നില്ല. അപ്പോൾ അങ്ങനെ മിസ്യൂസ് ഒക്കെ കൂടും. സോ എന്തായാലും അതിന് നല്ലൊരു രീതിയിലുള്ള ഡിവാല്യുവേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ഉപയോഗം കുറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു കാർഡ് ക്ലോസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഉള്ളത്. കാരണം അനാവശ്യമായിട്ട് ഞാൻ കാർഡ് കീപ്പ് ചെയ്യാറില്ല. ഉപയോഗമില്ലാത്ത കാർഡുകൾ ക്ലോസ് ചെയ്ത് കളയുകയാണ് ചെയ്യാറ്. എന്തായാലും കീപ്പ് ചെയ്ത് നോക്കും, കുറച്ച് നാളുകൾ നോക്കും. എന്നിട്ട് ആ കുറച്ച് ടൈം ഫ്രെയിമിൽ ആ ഒരു കാർഡ് കൊണ്ട് യാതൊരു ഉപയോഗം വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു കാർഡ് ക്ലോസ് ചെയ്യും. ഇപ്പം നിലവിലിപ്പോൾ ICICI ബാങ്കിൻ്റെ ഈ ഒരു ആമസോൺ പേ ICICI കാർഡ് എടുത്തു. പക്ഷേ എനിക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ ഒരു കാർഡ് മാനേജ് ചെയ്യുന്നത് iMobile ആപ്പ് വഴിയും അതുപോലെ തന്നെ ICICI ബാങ്കിൻ്റെ വെബ് പോർട്ടൽ വഴിയൊക്കെയാണ്. പക്ഷേ എനിക്ക് നിലവിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുമ്പ് ICICI ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു സേവിങ്സ് അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ക്ലോസ് ചെയ്തതാണ്. അത് ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോൾ മൊബൈൽ നമ്പർ ഇപ്പോഴും അവരുടെ ആ ഒരു ഡാറ്റാബേസിൽ കിടപ്പുണ്ട്. അപ്പം എനിക്കിപ്പോൾ നിലവിൽ iMobile ആപ്പ് ഉപയോഗിക്കാനായിട്ട് നോക്കുമ്പോൾ ആ ഒരു അക്കൗണ്ടിൻ്റെ ഇതാണ് ലോഡായിട്ട് വരുന്നത്. അക്കൗണ്ടൊന്നും ഇല്ല, അക്കൗണ്ട് ക്ലോസ് ആയി. പക്ഷേ അതിൻ്റെ കുറച്ച് ഡാറ്റ ആണ് ലോഡായിട്ട് വരുന്നത്. വെരിഫിക്കേഷൻ വരാൻ നേരത്ത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കെ ആയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് അവരുടെ യൂസർ ID കസ്റ്റമർ കെയറിൽ വിളിച്ച് കിട്ടി. പക്ഷേ എനിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ വെബ് പോർട്ടൽ എൻ്റെ മൊബൈൽ നമ്പർ നോട്ട് ലിങ്ക്ഡ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആണ്. എനിക്ക് OTPയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോഴും ആ ഒരു മൊബൈൽ നമ്പർ വഴി തന്നെയാണ് ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ മൊബൈൽ നമ്പർ സക്സസ്ഫുള്ളി ലിങ്ക്ഡ് ആണ്. പക്ഷേ മറ്റേ പഴയ ക്ലോസ് ആയിട്ടുള്ള അക്കൗണ്ടിൽ ഈ ഒരു മൊബൈൽ നമ്പർ തന്നെയാണ് മാപ്പായി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ iMobile ആപ്പും അതുപോലെ തന്നെ അവരുടെ വെബ് പോർട്ടൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. 1 വർക്ക് ഡേയ്സിനുള്ളിൽ അത് സോൾവ് ആക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി